ഓട്ടോ കൺസൾട്ടൻസ് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. തൊഴിലാളികളുടെ തൊഴിലവസരം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കിയ നിയമങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ച് കടകംപള്ളി സുരേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയാണെന്നുള്ള കാര്യത്തിന് തർക്കമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ തൊഴിൽരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സർക്കാർ സംവിധാനത്തിലൂടെ തൊഴിൽ കൊടുക്കാനൊന്നും സാധിക്കുകയില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെയും തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കഷ്ടിച്ച് 5-8-10 ലക്ഷത്തിനകത്ത് വരുന്ന ആളുകൾക്കാണ് ഈ പറയുന്ന മേഖലകളിൽ തൊഴിൽ സാധ്യതയുള്ളത്. അത് കഴിഞ്ഞാൽ ബാക്കി ദശലക്ഷക്കണക്കായിട്ടുള്ള സാധാരണ മനുഷ്യർ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വന്തമായ തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അത് ഏറിയ കൂറും ആളുകൾ തൊഴിൽ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് മോട്ടോർ മേഖലയിലാണ്. അത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സവിശേഷമായിട്ടുള്ള പ്രത്യേകതയാണ്. കാർഷിക മേഖല കഴിഞ്ഞാൽ, കൃഷിക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുക്കുന്ന മേഖല എന്ന് ചോദിച്ചാൽ മോട്ടോർ മേഖല തന്നെയാണ്. പെട്ടിയാട്ടോ മുതൽ 24-30 വീലുകളുള്ള വലിയ ട്രക്കുകൾ വരെയുള്ള ദശലക്ഷക്കണക്കായിട്ടുള്ള വാഹനങ്ങളിൽ പണിയെടുക്കുന്ന കോടിക്കണക്കായിട്ടുള്ള തൊഴിലാളികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ തൊഴിൽ മേഖലയുടെ സജീവമായിട്ടുള്ള സമ്പത്ത് എന്ന് പറയുന്നത്. പക്ഷെ അവരെ വേണ്ടവണ്ണം പരിഗണിക്കാൻ, അവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ കേൾക്കാൻ, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കാനായിട്ട് ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ലെന്നുള്ളൊരു പോരായ്മയുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കുന്നില്ല, സംസ്ഥാന ഗവൺമെന്റുകൾക്കും സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ എണ്ണം പോലും കൃത്യതയോടുകൂടി പറയാൻ ആർക്ക് സാധിക്കുന്നില്ല. എല്ലാ നിയമസഭകളിലും നിയമസഭാ സമ്മേളന കാലയളവിലും ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഒരു കണക്കെടുക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ശേഖരിച്ചു വരുന്ന വിവരങ്ങൾ എന്നുള്ള ഒഴുക്കൻ മറ്റുള്ള മറുപടി അല്ലാതെ കൃത്യമായിട്ടൊരു കണക്കെടുക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല.